സനാതന ധർമ്മവും ഇതര മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാമോ? വിശദീകരിക്കാൻ എന്തായാലും വയ്യ. വ്യത്യാസമേ ഉള്ളൂ. ഏറ്റവും ചുരുങ്ങിയ വാക്കിൽ പറഞ്ഞാൽ സ്വാഭാവിക വനവും തോട്ടവും തമ്മിലുള്ള വ്യത്യാസമാണ് ധർമ്മവ്യവസ്ഥയും മതവും തമ്മിൽ. സ്വാഭാവിക വനം ആയിരക്കണക്കിന് വൃക്ഷജാലങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, പുൽവർഗങ്ങൾ, വ്യാപിച്ച് പരന്നു കിടക്കുന്ന വള്ളികൾ, അനേകായിരം മറ്റ് ജീവരാശികൾ എല്ലാം ഒന്നിച്ച് സഹവസിക്കുന്ന സ്വാഭാവിക ജീവാവാസ വ്യവസ്ഥയാണ് വനം. വനത്തെ സംബന്ധിച്ച് വിള, കള എന്ന സങ്കല്പമില്ല. സർവേ ഭവന്തു സുഖിന, അതാണ്. അവിടുത്തെ വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ച്, അല്ലെങ്കിൽ വെട്ടി മാറ്റി, നശിപ്പിച്ച് എന്നുള്ള വാക്ക് നമുക്ക് മാറ്റാം, വെട്ടി മാറ്റി നവീനങ്ങളായ യന്ത്ര സംവിധാനങ്ങളോടുകൂടി ഭൂമിയെ നിരപ്പാക്കി തുല്യ അകലത്തിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ വിത്ത് നട്ട് വെള്ളം കൊടുത്ത് നനച്ച് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരികയാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം മുഴുവൻ പച്ചപ്പായി, വൃക്ഷങ്ങളാൽ നിബിഡമായി. പക്ഷേ അതൊരിക്കലും വനമല്ല, അതൊരിക്കലും കാടല്ല, അത് തോട്ടം മാത്രമാണ്, പ്ലാന്റേഷൻ. തോട്ടത്തെ സംബന്ധിച്ച് ഒന്ന് മാത്രമേ വിളയുള്ളൂ, ഒന്നല്ലാത്തതൊക്കെ കളയാണ്. ഒന്ന് മാത്രം വിള, റബ്ബർ, കശുമാവ്, തേക്ക്, ഏലം, അക്കേഷ്യ, സുബാബുൽ, യുക്കാലിപ്റ്റസ്, മുള, അങ്ങനെ പോകും. ഇനി നല്ല തണുപ്പുള്ളതായിക്കോട്ടെ, മാവ്, പ്ലാവ്, എങ്കിൽ പോലും അത് കാടല്ല, വനമല്ല. അവിടെ ഒന്ന് മാത്രമാണ് വിള, മറ്റെല്ലാം കളയാണ്. ഇതാണ് ധർമ്മത്തിൻ്റെ വീക്ഷണവും മതത്തിൻ്റെ വീക്ഷണമുള്ള വ്യത്യാസം. ധർമ്മം വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നു, എല്ലാത്തിനെയും സ്നേഹിക്കുന്നു, ഒന്നിച്ച് സഹവസിക്കാൻ അനുവദിക്കുന്നു, അഥവാ ഒന്നിച്ചുള്ള സഹവാസത്തിൻ്റെ സന്ദേശം നൽകുന്നു. എന്നാൽ മതം ഒന്നിനു വേണ്ടി, ഒന്നിലേക്ക്, ഒന്നിനാലുള്ളത്, മറ്റെല്ലാം അതിലേക്ക് മാറ്റപ്പെടേണ്ടതാണ്. ഇതിലൂടെ മാത്രമേ മോചനമുള്ളൂ, ഇത് മാത്രമാണ് ദൈവദത്തമായത്, മറ്റതെല്ലാം തിരുത്തപ്പെടേണ്ടതാണ്. ഇതാണ് മതത്തിൻ്റെ വീക്ഷണം. ധർമ്മം അഥവാ സംസ്കാരം, മതം, ഇവ തമ്മിലുള്ള വ്യത്യാസം ഈ പറഞ്ഞതിൽ ഒതുക്കാം. മതങ്ങളൊക്കെ വ്യക്തി കേന്ദ്രിതങ്ങളാണ്, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക വ്യക്തിയാൽ ആരംഭിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് മതസ്ഥാപകനുണ്ട്, ധർമ്മത്തിന് സ്ഥാപകനില്ല.
ചിന്തിക്കുക. മതം ഒരു പ്രത്യേക ദേശകാലത്തിൻ്റെ സവിശേഷത അനുസരിച്ചുള്ളതായിരിക്കും. അതിൻ്റെ വീക്ഷണങ്ങളെല്ലാം അതിനനുസൃതമായിരിക്കും. ധർമ്മം അതല്ല. ധർമ്മം ദേശകാലങ്ങൾക്കനുസരിച്ച് എന്തിനോടും അനുവർത്തനം ചെയ്യുന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായ ഭേദങ്ങൾ കാണാം. പക്ഷെ ഇത്ര ചിന്തിച്ചത് ഓരോരുത്തരും വിപുലീകരിക്കുക. അപ്പോൾ വ്യക്തമായിട്ട് ഉത്തരം കിട്ടും.